അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 28 ശനിയാഴ്ച. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാരം ഇന്ന് രാവിലെ 11:45 ദില്ലിയിലെ നിഗംബോധ് ഘട്ടിൽ. യമുന തീരത്ത് പ്രത്യേക സ്ഥലം വേണമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തിൽ തീരുമാനമായില്ല. പൂർണ്ണ സൈനിക ബഹുമതിയോടെ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. മൻമോഹൻ സിംഗിന്റെ സംസ്കാരത്തിനായി പ്രത്യേക സ്ഥലം അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമാകാത്തതിലും സ്മാരകത്തിനുള്ള സ്ഥലത്ത് തന്നെ സംസ്കാരം നടത്താത്തതിലും കടുത്ത അമർഷം രേഖപ്പെടുത്തി കോൺഗ്രസ്. കേന്ദ്ര സർക്കാർ നിലപാട് വേദനാജനകമെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിനുള്ള സ്ഥലം അടുത്തയാഴ്ച തീരുമാനിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ കുടുംബത്തെ അറിയിച്ചത്. സ്മാരകത്തിനുള്ള സ്ഥലത്ത് തന്നെ സംസ്കാരം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ കത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പുറത്തുവിട്ടു. മൻമോഹൻ സിംഗിന്റെ സംസ്കാരം നിഗംബോധ് ഘട്ടിൽ നടത്തുന്നതിനെ എതിർത്ത് ശിരോമണി അകാലിദൾ. രാജ്ഘട്ടിൽ തന്നെ സംസ്കാരം വേണമെന്ന് അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദൽ ആവശ്യപ്പെട്ടു. സിഖ് വിഭാഗത്തിൽ നിന്നും പ്രധാനമന്ത്രിയായ വ്യക്തിയെ അവഹേളിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ബാദൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി ഇതിൽ നേരിട്ടിടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മൻമോഹൻ സിംഗിന്റെ ഭൌതിക ശരീരം ഇന്ന് രാവിലെ 8:30 മുതൽ 9:30 വരെ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും. രാവിലെ 8-ന് ഡൽഹി മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്നും ഭൌതിക ശരീരം AICC ആസ്ഥാനത്തേക്ക് എത്തിക്കും. 9:30 ശേഷം നിഗംബോധ് ഘട്ടിലുള്ള യാത്ര തുടങ്ങും. മുനമ്പത്തെ തർക്കഭൂമിയുടെ യഥാർത്ഥ ഉടമകളെ കണ്ടെത്തണമെന്ന് വഖഫ് ട്രൈബ്യൂണൽ. തിരുവിതാംകൂർ രാജാവ് സേഠ് കുടുംബത്തിന് പാട്ടമായാണോ ഭൂമി നൽകിയതെന്ന് ചോദിച്ച ട്രൈബ്യൂണൽ പാട്ടക്കരാറാണെങ്കിൽ വഖഫ് ആധാരം നിലനിൽക്കില്ലെന്നും നിരീക്ഷിച്ചു. വടക്കൻ പറവൂർ സബ് കോടതി മുതൽ ഹൈക്കോടതിയിൽ വരെ പതിറ്റാണ്ടുകളായി തുടരുന്ന ഭൂപ്രശ്നത്തിലാണ് ട്രൈബ്യൂണലിന്റെ സുപ്രധാന നിരീക്ഷണം. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി ഫാറൂഖ് കോളേജ് രംഗത്ത്. ഭൂമി വഖഫാണെന്ന് അവകാശപ്പെടുന്ന സത്താർ സേഠിന്റെയും സിദ്ദിഖ് സേഠിന്റെയും പിന്മുറക്കാർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശമില്ല. ഇത് തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് നൽകിയതാണെന്നും വഖഫ് ട്രൈബ്യൂണലിൽ ഫാറൂഖ് കോളേജ് നിലപാടെടുത്തു. മുനമ്പം ഭൂമി തർക്കത്തിൽ വഖഫ് സംരക്ഷണ സമിതിയെ കക്ഷി ചേർക്കരുതെന്നും ഫാറൂഖ് കോളേജ് ആവശ്യപ്പെട്ടു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് രാജ്ഭവനിൽ ഇന്ന് യാത്രയയപ്പ്. പുതിയ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ജനുവരി 2-ന് ചുമതലയേൽക്കും. അദ്ദേഹം പുതുവത്സര ദിനത്തിൽ കേരളത്തിലെത്തും. ഇതേ ദിവസം തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ കൊച്ചിയിൽ നിന്ന് ബീഹാറിലേക്ക് തിരിക്കും. രാജ്ഭവൻ ജീവനക്കാരാണ് ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും പിന്തുണ തേടുന്നതിൽ തെറ്റില്ലെന്ന് CMP നേതാവ് CP ജോൺ. വർഗീയതയാണെങ്കിലും ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷത്തോടൊപ്പം നിൽക്കണമെന്നതാണ് നിലപാട്. SDPI ഉൾപ്പെടെയുള്ളവർ മതേതര പക്ഷത്ത് വരണമെന്നും ജോൺ ആവശ്യപ്പെട്ടു. അടുത്ത തവണ അധികാരത്തിലേറാമെന്ന് UDFന് അമിത ആത്മവിശ്വാസം പാടില്ലെന്നും പണിയെടുത്താലേ ജയിക്കുകയുള്ളൂ എന്ന കാര്യം മറക്കരുതെന്നും CP ജോൺ കൂട്ടിച്ചേർത്തു. വട്ടിയൂർക്കാവിൽ ഉൾപ്പെടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ടെന്ന് K മുരളീധരൻ. 2016-ൽ കുമ്മനത്തിനെതിരെ മത്സരിച്ചപ്പോൾ തനിക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ടായിരുന്നുവെന്നും മുരളീധരൻ വിവരിച്ചു. മോദിയെ വിമർശിക്കാതെ രാഹുൽ ഗാന്ധിയെ മാത്രം വിമർശിക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ എങ്ങനെ കിട്ടുമെന്നും K മുരളീധരൻ ചോദിച്ചു. മലയാളത്തിന്റെ വിശ്വസാഹിത്യകാരൻ MT വാസുദേവൻ നായരോട് കേരളം കാട്ടിയ സ്നേഹത്തിനും കുടുംബത്തോട് കാട്ടിയ കരുതലിനും നന്ദി പറഞ്ഞ മകൾ അശ്വതി V നായർ.
അച്ഛന്റെ ചികിത്സയുടെ സമയത്തും വേർപാടിലും കുടുംബത്തോടൊപ്പം നിന്നവർക്കും നേരിട്ടുമല്ലാതെയും അനുശോചനമറിയിച്ച എല്ലാവർക്കും അശ്വതി നന്ദി പറഞ്ഞു. തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യം തള്ളിയ സംഭവത്തിൽ കരാർ കമ്പനിയെ 3 വർഷത്തേക്ക് കരിമ്പട്ടികയിൽപ്പെടുത്തി. കരാർ ഏറ്റെടുത്ത സൺ ഏജ് കരാർ കമ്പനിയാണ് കരിമ്പട്ടികയിൽപ്പെടുത്തിയതായി ശുചിത്വ മിഷൻ അറിയിച്ചത്. മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള നോഡൽ ഓഫീസായ ശുചിത്വ മിഷന്റെ കാരണം കാണിക്കൽ നോട്ടീസിന് കമ്പനി ഇതുവരെ മറുപടി നൽകിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ക്രിസ്മസ് ദിനത്തിൽ തൃശൂർ മേയർ എം കെ വർഗീസിന് കേക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് സിപിഐ നേതാവ് വി എസ് സുനിൽകുമാർ നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ തോറ്റതിന്റെ ചുരുക്ക് ഇനിയും സുനിൽകുമാറിന് തീർന്നിട്ടില്ലെന്ന് തോന്നുന്നുവെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഡിഎംഒ പദവിക്കായുള്ള ട്വിസ്റ്റ് തുടരുന്നു. ഡോക്ടർ എൻ രാജേന്ദ്രൻ സ്ഥാനമൊഴിയാൻ വിസമ്മതിച്ചതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്കുശേഷം കഴിഞ്ഞ ദിവസം ചാർജെടുത്ത ഡോക്ടർ ആശാദേവിക്ക് പകരം ജില്ലാ മെഡിക്കൽ ഓഫീസറായി ഡോക്ടർ എൻ രാജേന്ദ്രൻ തന്നെ തിരിച്ചെത്തി. രാജേന്ദ്രൻ ഉൾപ്പെടെ സ്ഥലം മാറ്റപ്പെട്ട 3 പേർ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് സ്ഥലമാറ്റ ഉത്തരവ് താൽക്കാലികമായി തടഞ്ഞു. അനുകൂല ഉത്തരവ് വാങ്ങി രാജേന്ദ്രൻ വീണ്ടും കോഴിക്കോട് ഡിഎംഒ ആയി ചുമതലയേറ്റു. ഫോർട്ട് കൊച്ചിയിൽ പുതുവർഷ രാത്രിയിൽ ഇത്തവണ 2 പാപ്പാഞ്ഞികളെ കത്തിക്കും. വെളി മൈതാനത്ത് ഗാലാഡി കൊച്ചി തയ്യാറാക്കിയ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. കാർണിവൽ കമ്മിറ്റിയുടെ പാപ്പാഞ്ഞിയെ പതിവ് പോലെ പരേഡ് മൈതാനത്തും കത്തിക്കും. തൃശൂരിലെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ വേലകളുടെ വെടിക്കെട്ടിന് ജില്ലാ കളക്ടർ അനുമതി നിഷേധിച്ചു. അടുത്ത മാസം 3-ന് പാറമേക്കാവിന്റെയും 5-ന് തിരുവമ്പാടിയുടെയും വേല നടക്കാനിരിക്കെയാണ് വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചത്. തൃശൂർ പൂരം വെടിക്കെട്ട് നടക്കുന്ന തേക്കിൻകാട് മൈതാനിയിൽ തന്നെയാണ് വേല വെടിക്കെട്ടും നടക്കാറുള്ളത്. പുതിയ കേന്ദ്ര സ്ഫോടക വസ്തു ചട്ട നിയമപ്രകാരം ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടകരമല്ലാത്ത വിധം വെടിക്കെട്ട് നടത്തുന്നതിനുള്ള ഭൌതിക സാഹചര്യം ഇല്ലെന്ന് ജില്ലാ കളക്ടർ ചൂണ്ടിക്കാട്ടി. തൃശൂരിലെ സ്വരാജ് റൌണ്ടിനെ ചുവപ്പണിയിച്ച് ബോൺ നതാലെ. തൃശൂർ പൌരാവലയം തൃശൂർ അതിരൂപതയും ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി സംയുക്തമായി സംഘടിപ്പിച്ച ബോൺ നത്താലെയിൽ 15,000-ഓളം പാപ്പമാരാണ് പങ്കെടുത്തത്. സിപിഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി 50-ലധികം പേർ ഇന്നലെ പാർട്ടിയിൽ ചേർന്നു. പാർട്ടിയിൽ ചേർന്നവരിൽ റൌഡി പട്ടികയിൽ ഉൾപ്പെട്ടയാളും ക്രിമിനൽ കേസ് പ്രതികളുമുണ്ടെന്ന് സൂചന. മലയാലപ്പുഴ സ്റ്റേഷനിലെ റൌഡി പട്ടികയിൽ ഉൾപ്പെട്ട വെട്ടൂർ സ്വദേശി സിദ്ദിഖ്, വിവിധ കേസുകളിൽ പ്രതികളായ പ്രമാടം സ്വദേശികളായ മാജിക് കണ്ണൻ, അരുൺ എന്നിവരാണ് ഇന്നലെ പാർട്ടിയിൽ ചേർന്നവരിൽ പ്രധാനികൾ. മാസങ്ങൾക്ക് മുൻപ് കാപ്പ കേസ് പ്രതിയടക്കം പാർട്ടിയിൽ ചേർന്നത് വലിയ വിവാദമായിരുന്നു. വിഷം അകത്തു ചെന്ന് ചികിത്സയിലായിരുന്ന വയനാട് ഡിസിസി ട്രഷറർ എൻ.എം. വിജയനും മകൻ ജിജേഷും മരിച്ചു. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് വിഷം അകത്തു ചെന്ന നിലയിൽ വീടിനുള്ളിൽ കാണപ്പെട്ട ഇരുവരെയും ബത്തേരിയിലെ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചത്. ദീർഘകാലം ബത്തേരി പഞ്ചായത്തിലെ പ്രസിഡന്റായിരുന്നു എൻ.എം. വിജയൻ. സുൽത്താൻ ബത്തേരി കോ ഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ മുൻപ് താൽക്കാലിക ജീവനക്കാരനായിരുന്നു മകൻ ജിജേഷ്. ശബരിമല സന്നിധാനത്ത് അനധികൃത മദ്യവിൽപ്പന നടത്തിയാൾ അറസ്റ്റിൽ. 4.5 ലിറ്റർ വിദേശ മദ്യവുമായി ഹോട്ടൽ ജീവനക്കാരനായ കൊല്ലം കിളികൊല്ലൂർ സ്വദേശി ബിജുവാണ് പോലീസ് പിടിയിലായത്. സന്നിധാനത്തേക്ക് മദ്യമെത്തിയത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തിയത്. ഏറെ നാളായി സന്നിധാനത്ത് മദ്യവിൽപ്പന നടത്തുന്നുവെന്നാണ് കണ്ടെത്തിയത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5,000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. പഞ്ചാബിൽ ബസ് പാലത്തിൽ നിന്ന് മറിഞ്ഞ് 8 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. പാലത്തിന്റെ കൈവരികൾ ഇടിച്ചു തകർത്ത ശേഷം ബസ് താഴേക്ക് മറിയുകയായിരുന്നു. കനത്ത മഴ കാരണം നിയന്ത്രണം വിട്ടതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. ആകാശ എയറിന് 10 ലക്ഷം രൂപ പിഴ ചുമത്തി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. 7 യാത്രക്കാരെ വിമാനത്തിൽ കയറ്റാതെ പോയ സംഭവത്തിലാണ് പിഴ ചുമത്തിയത്. സെപ്റ്റംബർ 6-ന് ബംഗളൂരു പുനെ വിമാനത്തിലാണ് സംഭവം. ദില്ലിയിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവ് മരിച്ചു. ഉത്തർപ്രദേശ് സ്വദേശി ജിതേന്ദ്രയാണ് മരിച്ചത്. ബുധനാഴ്ചയാണ് ജിതേന്ദ്ര പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തിയത്.
ദില്ലിയിലെ RML ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഉത്തർപ്രദേശ് പോലീസ് തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കൃത്യമായി അന്വേഷണം നടത്തുന്നില്ലെന്നാണ് ആശുപത്രിയിലെത്തിയ ദില്ലി പോലീസിന് ഇദ്ദേഹം നൽകിയ മരണമൊഴി. കാണാതായ വനിതാ കോൺസ്റ്റബിളിന് വേണ്ടിയുള്ള തിരച്ചിലിനിടെ തെലങ്കാന പോലീസ് കണ്ടെത്തിയത് 3 പേരുടെ മൃതദേഹങ്ങൾ. വിശദമായ തിരച്ചിലിനൊടുവിൽ സബ് ഇൻസ്പെക്ടർ, വനിതാ കോൺസ്റ്റബിൾ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കാമറെഡ്ഡി നഗരത്തിന് സമീപമുള്ള അഡ്ലൂർ യെല്ലറെഡ്ഡിയിലെ ഒരു തടാകത്തിൽ നിന്നും കണ്ടെത്തിയത്. ഹൈദരാബാദിൽ നിന്ന് 116 കിലോമീറ്റർ അകലെയുള്ള കാമറെഡ്ഡി ജില്ലയിലാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. മുംബൈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിന്റെ ഭാര്യ സഹോദരനും നിരോധിത സംഘടനയായ ജമാഅത്ത് ഉദ്ദവയുടെ നേതാവുമായ ഹാഫിസ് അബ്ദുൾ റഹ്മാൻ മക്കി ഹൃദയാഘാതത്തെ തുടർന്ന് വെള്ളിയാഴ്ച ലാഹോറിൽ മരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ അസുഖബാധിതനായ മക്കിയെ കടുത്ത പ്രമേഹത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. മഹാകുംഭമേളയ്ക്കൊരുങ്ങി ഉത്തർപ്രദേശ്. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്ന ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രത്യേക ക്രമീകരണങ്ങൾ UP സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 56 സൈബർ യോദ്ധാക്കളുടെ സംഘത്തെയാണ് വിന്യസിക്കുന്നത്. സൈബർ സുരക്ഷാ നടപടികളുടെ ഭാഗമായി സൈബർ കുറ്റവാളികളെ നേരിടാൻ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ മുൻ ചെയർമാൻ ഒസാമു സുസുക്കി അന്തരിച്ചു. അർബുദബാധിതനായിരുന്ന അദ്ദേഹത്തിന്റെ മരണം ഡിസംബർ 25-നായിരുന്നുവെന്ന് കുടുംബം അറിയിച്ചു. സുസുക്കിയെ ഇന്നത്തെ നിലയിലാക്കി മാറ്റിയ വിപ്ലവകാരി എന്നാണ് 40 വർഷം കമ്പനിയെ നയിച്ച ഒസാമു അറിയപ്പെടുന്നത്. ദക്ഷിണ കൊറിയയിൽ ആക്ടിംഗ് പ്രസിഡന്റ് ഹാൻ ഡെക്സുവിനെയും ദേശീയ അസംബ്ലി വോട്ട് ചെയ്ത് പുറത്താക്കി. ഭരണകക്ഷി അംഗങ്ങൾ ഇറങ്ങിപ്പോയതോടെയാണ് പ്രമേയം പാസായത്. ഭരണഘടനാ കോടതി അന്തിമ തീർപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ പ്രസിഡന്റിന്റെ അധികാരവും ചുമതലയും നീക്കം ചെയ്യും. ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ചോയ് സാങ് മോക് പകരം ചുമതലയേൽക്കുമെന്നാണ് സൂചന. അസർബൈജാൻ വിമാനം കസാഖിസ്ഥാനിലെ അക്താക്കുവിൽ തകർന്നു വീണ സംഭവത്തിൽ വിശദീകരണവുമായി അസർബൈജാൻ എയർലൈൻസ്. സാങ്കേതികവും പുറത്തുനിന്നുള്ള എന്തിന്റെയോ ബാഹ്യമായ ഇടപെടലുമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി അസർബൈജാൻ എയർലൈൻസ് വ്യക്തമാക്കി. കരുത്തരായ ജമ്മു കാശ്മീരിനെ തോൽപ്പിച്ച് കേരളം സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമിയിൽ കടന്നു. എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു വിജയം. നാളെ വൈകിട്ട് 7:30 ഗച്ചി ബൌളി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സെമിയിൽ മണിപ്പൂരാണ് കേരളത്തിന്റെ എതിരാളികൾ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.